ഹലോ ഗായ്സ്, എന്ത് കഥ? അപ്പോൾ രണ്ടാമത്തെ ദിവസം ദുബായിലുള്ള വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പ്ലാൻ ആസ് യൂഷ്വൽ ഞങ്ങളൊന്ന് നല്ലോണം കടന്നു ഇറങ്ങി റെസ്റ്റ് എടുത്ത് രണ്ടാമത്തെ ദിവസം ഈവനിങ് മാത്രം ഞങ്ങൾ പ്ലാനിങ് ഉള്ളൂ. എന്താ പറയുക, രാവിലെ നല്ല ചൂടാണ്. അപ്പോൾ രാത്രി മാത്രം പുറത്തു പോകുള്ളൂ. അപ്പോൾ അങ്ങനെ ഇന്ന് നമ്മളുടെ എവിടെ പോകുന്നു ഗസ്സാക്കി ഗൈസ്? എവിടെ പോകുന്നതായിരിക്കും? എവിടെ ആയിരിക്കും? അപ്പോൾ ഞങ്ങൾ പോകുന്നത് ബുർജ് ഖലീഫ പോകണമെങ്കിൽ ഡയറക്റ്റ് ബുർജ് ഖലീഫ പോയിട്ട് പാർക്കിംഗ് ആക്കരുത് ഗൈസ്, അത് വളരെ തെറ്റാണ്. അപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് പോകുന്നത് അതിൻ്റെ അടുത്തൊരു ഹോട്ടലുണ്ട്. അവിടെ അടിയിൽ പോയിട്ട് പാർക്കിംഗ് ആക്കിയാൽ 3 റിയാലുള്ളൂ 1 മണിക്കൂറിന്. അവിടെ പാർക്കാക്കുക. അത് നേരെ പോണത് ഞങ്ങൾ ബുർജ് ഖലീഫിന് നേരെ അടിയിലേക്കാണ് പോണത്. കണ്ടോളി ഗൈസ്. അപ്പോൾ ബുർജ് ഖലീഫിൻ്റെ അടിയിൽ പോയിട്ട് നേരെ മേപ്പോട്ട് നോക്കിയാൽ അതാ ഫുള്ളായിട്ട് ബുർജ് ഖലീഫ കാണാം ഗൈസ്. എന്താ രസം! അതിൻ്റെ അടുത്ത് പോയി അവിടുന്ന് വരാനുള്ള മനസ്സേ ഉണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ എന്താക്കി, അടിയിൽ പോയിട്ട് നിൽക്കുക പറഞ്ഞു. അതിൻ്റെ നേരെ അടുത്ത് അപ്പോൾ അപ്പുറത്ത് നോക്കി കുറേ ആൾ ഫുൾ റഷാണ്. അതെന്താ, ബുർജ് ഖലീഫ നേരെ അടിയിൽ പോയ പാർക്കിംഗ് ആക്കിയാൽ ആ പ്രശ്നം. പക്ഷേ ഈ സൈഡ് അപ്പോസിറ്റ് സൈഡിൽ പാർക്കാക്കിയാൽ ആരും ഉണ്ടാവില്ല. പീസായിട്ട് നിന്നിട്ട് കാണാം. എല്ലാം അവിടെ ഫൗണ്ടെയിൻ എല്ലാം ഉണ്ട്. അതെല്ലാം നേരിട്ട് അടുത്ത് ഇങ്ങനെ കാണാം ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് ഇപ്പോൾ ഫൗണ്ടെയിൻ വരും. അപ്പോൾ വെയിറ്റ് ആക്കണം. പോയപാട് അത് കിട്ടിയിട്ടില്ല പറഞ്ഞ് റിട്ടേൺ വരരുത് ഗൈസ്. അപ്പോൾ വെയിറ്റ് ആക്കണം. എല്ലാത്തിനും വെയിറ്റ് ആക്കിയിട്ട് നിന്നാൽ മാത്രം എല്ലാം കാണാൻ പറ്റുള്ളൂ. എല്ലാം ആസ്വദിച്ചിട്ട് മെല്ലെ കണ്ടിട്ട് വരണം. എല്ലാം ഒറ്റയടിക്ക് കാണണം പറഞ്ഞാൽ ദുബായ് നടക്കില്ല ഗൈസ്. അപ്പോൾ ഇതാണ് നോക്ക് ബുർജ് ഖലീഫൻ്റെ വീഡിയോ. ഇപ്പോൾ വരും. ഫൗണ്ടെയിൻ തുടങ്ങിയാൽ പിന്നെ അതൊരു 5 മിനിറ്റ് നിൽക്കൂല. പിന്നെ അര മണിക്കൂറിനത് വന്നുകൊണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഒരു പെട്ടെന്ന് പോയാൽ എല്ലാം ക്ലിയർ ആക്കിയിട്ട് കവറാക്കിയിട്ട് വരാം. അങ്ങനെ ഞങ്ങളിങ്ങനെ ഫൗണ്ടെയിനെല്ലാം നോക്കി. അപ്പോൾ ഞങ്ങൾ പോവാൻ പറഞ്ഞാലും ഫാമിലി വിടണ്ടേ? വേണ്ട നെക്സ്റ്റ് റൗണ്ട് വരട്ടെ പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ നിർത്തി ഫോട്ടോഷൂട്ടും എല്ലാം കഴിഞ്ഞ് തീരുന്നില്ല ഗൈസ്. അത്ര രസം. അവിടുന്ന് വരാനുള്ള മനസ്സേ ഇല്ല ആർക്കും. എല്ലാം അവിടെ പായിട്ട് കടന്നുറങ്ങാമെന്നല്ല വിചാരിച്ച്. പക്ഷേ അവിടുന്ന് ഓടിപ്പിച്ച് ഗൈസ്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞതേ ചെറിയ മഴ വരുന്നുണ്ട്. അപ്പോൾ എന്താക്കല്, ഞങ്ങൾ റിട്ടേൺ പോവാൻ പറഞ്ഞിട്ട് ഇങ്ങനെ വരാനുള്ള പ്ലാനിങ്ങില്ല. അപ്പോൾ വീണ്ടും ലൈറ്റ് ഓഫ് ആക്കും, പിന്നെ ലൈറ്റ് ഓൺ ആക്കും ഗൈസ്. അപ്പോൾ അവിടുന്ന് വരാനുള്ള മനസ്സ് തീരെ ഉണ്ടാവില്ല. അങ്ങനെ ഒന്നും കൂടി നമ്മൾ ബുർജ് ഖലീഫ താഴ്ന്ന് മേലെ വരെ ഒന്ന് കാണാൻ പറഞ്ഞൊന്ന് കണ്ടിട്ട് റിട്ടേൺ വരുന്നു ഗൈസ്. നോക്കുമ്പോൾ റിട്ടേൺ പോകണ്ടെന്ന് ഫാമിലി വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് പോകാമെന്നൊരു പ്ലാനിങ്. അങ്ങനെ ഒരു ലെഫ്റ്റ് സൈഡ് എടുത്തിട്ട് ഉള്ളിലേക്ക് പോകുമ്പോൾ ദുബായ് മോൾ ഗൈസ്. ദുബായ് മോൾ വേറെ ലെവലാണ്. അതിൻ്റെ ഉള്ളിൽ കയറി സ്വർഗം കണ്ട പോലായി. മീനുകളെല്ലാം പാറലാ. ഇതെല്ലാം പൈസ ഒന്നും കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് കാണാം ഗൈസ്. അങ്ങനെ പുറത്ത് വന്ന് നോക്കുമ്പോൾ ഫുള്ള് മഴ. ഈ മഴത്ത് എന്ത് ചെയ്യുക? ഫുള്ള് ട്രാഫിക് ജാം, പോകാനും അല്ല വരാനും അല്ല. അപ്പോൾ ഞങ്ങളെന്ത് വിചാരിച്ച്, ഇന്ന് വീട്ടിൽ പോവാ, റെസ്റ്റ് എടുക്കുക, നാളെ വരാം. എന്താ പറഞ്ഞാൽ പോകാനുള്ള മൂടെല്ലാം പോയി മഴ വന്നിട്ട്. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞ് നാളേക്കുള്ള പ്ലാനിങ് ആണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ രാത്രി മഴയോട് ഇന്നത്തെ രാത്രി കഴിഞ്ഞ് ഗൈസ്. Next day. അങ്ങനെ രണ്ടാമതും ഞങ്ങൾ വീണ്ടും പുറത്തിറങ്ങി ഗൈസ്. അപ്പോൾ ഇന്നലെ ഫുള്ള് റെസ്റ്റെല്ലാം എടുത്ത് നമ്മളിതാ പുറപ്പെടുന്നു. അപ്പോൾ ഈവനിങ് ആസ് യൂഷ്വൽ ഇന്നലെ രാത്രി പോയി റെസ്റ്റ് എടുക്കുക, രാവിലെയും റെസ്റ്റ് എടുക്കുക, ആൻഡ് ഈവനിങ് മാത്രം പുറത്തിറങ്ങുക. അപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ഇന്ന് ഇപ്പോൾ പ്ലാനിങ് എന്താ പറഞ്ഞാൽ, നമ്മൾ ഒരു സ്ഥലത്ത് പോകാമെന്നുണ്ടായി. എവിടേക്കായിരിക്കും ഒന്ന് ഗസ്സാക്കി? എല്ലാവർക്കും അറിയുന്ന സ്ഥലം തന്നെ. അപ്പോൾ ദുബായ് ഫ്യൂച്ചർ മ്യൂസിയം ഇന്ന് പോണത്. അപ്പോൾ ഇന്ന് അവിടേക്ക് പോകുമ്പോൾ നമ്മൾ ദൂരാണ് സ്റ്റേ ആക്കണത്. അവിടുന്ന് കുറേ വരണം ടൗണിലേക്ക്. ഞങ്ങൾ കുറച്ച് പുറത്താണ് നിൽക്കണത്. അങ്ങനെ പോയി നോക്കുമ്പോൾ അതാ കാണുന്നുണ്ട് ഗൈസ്, ബുർജ് ഖലീഫിൻ്റെ അടുത്ത് തന്നെ ഈ സാധനം ഉള്ളത്. കണ്ടോളി, എന്താ രസം. പുറത്തുനിന്ന് തന്നെ മ്യൂസിയം ഈ മാതിരി ആണെങ്കിൽ ഉള്ളിൽ പോകുമ്പോൾ എന്താ അവസ്ഥ ഗൈസ്. അപ്പോൾ പാർക്കിംഗ് അല്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. പുറത്ത് പാർക്കിങ്ങും ഉണ്ട്. അടിപൊളിയാണ്. പുറത്ത് പാർക്കിംഗ് ആക്കിയിട്ട് അങ്ങനെ ഉള്ളിൽ കയറി ഗൈസ്. എൻ്റെ മോനെ, ഫ്യൂച്ചർ മ്യൂസിയം പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു രക്ഷയില്ല. അതിൻ്റെ ഉള്ളിൽ എന്താ ലൈറ്റിങ്സ്, എന്താ എയ്ത്തൊന്നും മനസ്സിലായിട്ടില്ല. ബട്ട് ആള് എനി ടൈം ഫുൾ അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റിയ സ്ഥലം. ഇത് അതിൻ്റെ ബാക്ക് സൈഡിലാണ്. അവിടുന്ന് വ്യൂ കണ്ടാൽ തന്നെ അറിയാം ഇത് അടിപൊളിയാണെന്ന്. അങ്ങനെ
നമ്മൾ മ്യൂസിയം ഒന്ന് പുറത്തിറങ്ങി ബുർജുമാൻ മോൾക്ക് കയറി ഗൈസ്. ബുർജുമാൻ മോളിൽ ജസ്റ്റ് ഷോപ്പിംഗ് എല്ലാം ചെയ്ത് കുറച്ച് ഫാമിലി അല്ലേ, ഷോപ്പിംഗ് നോർമൽ ഉണ്ടാവും ഗൈസ്. അത് ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് പെൺകുട്ടികൾക്ക് ഉള്ളത് തന്നെ. അങ്ങനെ ഞങ്ങൾ ഇതാ ഗെയിമിങ് സെൻറ്ററിൻ്റെ ഉള്ളിൽ പോകുന്നുണ്ട്. കാക്ക പറഞ്ഞ് നല്ല അടിപൊളി ഗെയിമിംഗ് ആണ്, അതിൻ്റെ ഉള്ളിൽ പോകുന്നുണ്ട്. നോക്കാം എന്തെല്ലാം ഉണ്ട് എന്ന് പോയി. ഫസ്റ്റ് തന്നെ എൻട്രൻസ് തന്നെ വേറെ ലെവലാണ്, മറ്റേ ഗോസ്റ്റ് ഹൗസ് കയറിയ പോലെ ഒരു കയറൽ. അവിടെ നോക്കുമ്പോൾ ഫുള്ള് കാർ റേസും ഇത് കാണുന്ന പോലെ അല്ല ഗൈസ്. എൻ്റെ മോനെ ബിൽഡിങ്ങിൽ നിന്നെല്ലാം തുള്ളിക്കണ പോലെ ഉണ്ടാവും അത്. ഉമ്മ എല്ലാം കയറി പേടിച്ചിട്ട് ചാടാൻ പോലെ പോയിന് അതിൻ്റെ ഉള്ളിൽ നിന്ന്. എന്താ പറയുക, ബിൽഡിങ്ങിൻ്റെ മേലെ കയറിയിട്ടാണ് ഇറക്കണ പോലെ ഉണ്ടാവും. 3D അല്ല 5D അല്ല, അത് 9D കാണുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഫുള്ള് തിരിച്ചോ സമരൊന്നും വിടണ്ട. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞ് ഗൈസ്. അപ്പോൾ നാളെ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് പാർട്ട് 3 ആയിട്ട് ഞങ്ങൾ വരും ഗൈസ്. എല്ലാം കാത്തിരിക്കുക. ടേക്ക് കെയർ.